അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ പുതിയ ചാർട്ട്, അതായത് 12ാമത്തെ ചാർട്ടാണ് അല്ലേ? കഴിഞ്ഞ ചാർട്ടിന്റെ നമ്പർ നമ്മൾ എത്ര 9 അങ്ങനെ 100 കണക്കിന് ചാർട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ കുട്ടികൾക്കും പഠനത്തിന് വേണ്ടി അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു പാഠമാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ പേര് അല്ല 25 നബിമാരുടെ പേര് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അറിയണം, അത് അത്യാവശ്യ കാര്യമാണ് അല്ലേ? 1.25 ലക്ഷം നബിമാർ വന്നിട്ടുണ്ടെങ്കിലും 25 നബിമാരുടെ പേരെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഈ നബിമാരുടെ പേര് വരുമ്പോ നമ്മൾ അറിയണ്ടേ പ്രത്യേകിച്ച്? കാരണം പ്രവാചകന്മാർ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹു താല തെരഞ്ഞെടുത്തവരാ, ഈ ഉമ്മത്തിൽ നിന്നും തെരഞ്ഞെടുത്തവരാ, അള്ളാഹു താല തെരഞ്ഞെടുത്തതാണ്. അപ്പം അള്ളാഹു താല ഏതെങ്കിലും ന്യൂനതയുള്ളവരെ തെരഞ്ഞെടുക്കുമോ? ഇല്ല. ഒരു പ്രവാചകനെയും പ്രവാചകനാക്കിയിട്ട് പ്രവാചകന്റെ സ്ഥാനം കളഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പൊ ഇവരെല്ലാവരും എവിടെത്തും? സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിലെത്തുന്നത് നമ്മൾ സ്നേഹിക്കണ്ടേ? അപ്പൊ ആ സ്നേഹത്തിന് നമ്മൾ എന്ത് വേണം? അവരുടെ പേരുകളെങ്കിലും നമ്മൾ നല്ലോണം ഒന്ന് പറഞ്ഞ് അവർക്കൊരു അലൈഹിസ്സലാം പറയണം അല്ലേ? അപ്പൊ നമുക്ക് 25 നബിമാരുടെ പേര് നമ്മുടെ ഈ ചാർട്ടിലുണ്ട്. ഈ ചാർട്ടൊക്കെ ഇങ്ങനെ മദ്രസകളിലും വീടുകളൊക്കെ തൂക്കിയിട്ടിരുന്നാൽ എന്ത് വരും? അവർക്ക് ഈ പ്രവാചകന്മാരുടെ പേരൊന്നും മറക്കത്തില്ല, അവർ പെട്ടെന്ന് പഠിക്കും. നല്ല മിടുമിടുക്കം കുട്ടികളാണ് നമുക്ക് ഇന്നുള്ളത്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. പക്ഷെ 2 കാര്യങ്ങൾ വേണം കുട്ടികളെ വളർത്തണമെങ്കിൽ. ഇന്നത്തെ കുട്ടികൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അവരെ വളർത്താനും ട്രെയിനിങ് വേണം, പഠിപ്പിക്കാനും ട്രെയിനിങ് വേണം. കാരണം കഴിവ് ഒരുപാടുണ്ട്. പക്ഷെ അതേപോലെ കഴിവ് നമ്മൾ ഉണ്ടെങ്കിലേ ആ കുട്ടികൾ നമ്മൾ പറയുന്നിടത്ത് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെക്കാളും മുൻപേ തന്നെ പോകും അല്ലേ? മുന്നേ പോകുമ്പോൾ അവർ നല്ല രീതിയിൽ പോകണം. നല്ല അദബും അച്ചടക്കവും ഗുരുത്വവും ഉള്ള മക്കളാക്കി മാറ്റണം. അള്ളാഹുത്താല നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം 25 നബിമാരുടെ പേര്. ഒന്ന്, ഇതിനകത്ത് നമ്മൾ കുട്ടികൾക്കൊണ്ട് പേര് പറയുമ്പോൾ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, സയ്യിദുന ഇദ്രീസ് നബി അലൈഹിസ്സലാം, സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാം, സയ്യിദുന ഹൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുന സാലിഹ് നബി അലൈഹിസ്സലാം, സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സയ്യിദുന ലൂത്ത് നബി അലൈഹിസ്സലാം, സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം, സയ്യിദുന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, സയ്യിദുന യഅഖൂബ് നബി അലൈഹിസ്സലാം, സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം, സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം, സയ്യിദുന ശുഐബ് നബി അലൈഹിസ്സലാം, സയ്യിദുന ഹാറൂൻ നബി അലൈഹിസ്സലാം, സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം, സയ്യിദുന അൽ യസഇ നബി അലൈഹിസ്സലാം, സയ്യിദുന ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം, സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം, സയ്യിദുന ഇല്യാസ് നബി അലൈഹിസ്സലാം, സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാം, സയ്യിദുന സക്കരിയ അലൈഹിസ്സലാം, സയ്യിദുന യഹ്യ അലൈഹിസ്സലാം, സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം, സയ്യിദുന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ട അവിടെ സാന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രവാചകന്മാരുടെ പേര് വെക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് അവർക്ക് പ്രത്യേകം പ്രേരിപ്പിക്കണം. ഒന്നെന്താണ്? പ്രവാചകന്മാരുടെ പേര് വെക്കുമ്പോൾ സയ്യിദുന എന്ന് പറയിപ്പിക്കണം, അവസാനം എന്ത് ചെയ്യണം? അലൈഹിസ്സലാം എന്ന് പറയണം അല്ലെ? അപ്പൊ ഈ ഒരു പേരുകളെല്ലാം മറക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരെ നമുക്കൊരു ബെയ്ത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കന്ന് ചെല്ലാം. കണ്ട, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഫ്സീലു 25 ലസിം കുല്ലാ മുകല്ലഫിൻ ഫഹഖിഖ് വഗ്തനിം ഹും ആദമുൻ ഇദ്രീസ് നൂഹുൻ ഹൂദ് മഅ സ്വാലിഹ് വ ഇബ്രാഹീം കുല്ലും മുത്തബഅ لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب اهتدى شعيب هارون وموسى واليسع ذو الكفل داود سليمان اتبع إلياس يونس زكريا يحيى عيسى وطه خاتم دعويا عليهم الصلاة والسلام وآلهم ما دامت الأيام അലൈഹിമുസ്സലാത്തു വസ്സലാമു വആലിഹിം മാ ദാമത്തിൽ അയ്യാമു അലൈഹിമുസ്സലാത്തു വസ്സലാമു വആലിഹിം മാ ദാമത്തിൽ അയ്യാമു. അതായത് അവസാനത്തെ ഒരു ആവർത്തിച്ച് എന്തിനാണെന്നറിയോ? അതൊരു ഓർമ്മപ്പെടുത്തല എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ പേര് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? സലാത്തു സലാമും ചെല്ലണം. അലൈഹിസ്സലാം പറയുന്നത് 2 കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. എന്നാർക്കാണ്? ഒന്ന് പ്രവാചകന്മാർക്ക്, 2 മലക്കുകൾക്കും അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ഈ പാട്ടും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. നമ്മുടെ ഈ ചാറ്റിലുള്ള ഉപകാരം എന്താണെന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാവുമല്ലോ. എന്താ ഒരു പാട്ടാണത്. അത് കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിനും അനുകാര്യമായ പാട്ടാണ്. ഒറ്റ പിതാവിന്റെ മക്കളല്ലേ പാരിതിൽ പാർക്കും മനുഷ്യരെല്ലാം,
എന്നിട്ടും ചിന്തുന്നു ചോര നീളെ, ബന്ധങ്ങളെല്ലാം മറന്ന പോലെ. കൊല്ലും കൊലയും നടത്തി നീങ്ങാൻ ഇന്നില്ലവർത്തിയന് കയ്യറപ്പ്, വിദ്യയും ശാസ്ത്രവും ഒത്തുകൂടി വാഴുന്ന ലോകമെന്നെന്ത് നേടി. അല്ലേ? കുട്ടികൾക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള പാട്ടുകളാണ്. അടുത്ത പാട്ട് എന്താണ്? അയൽവാസികളെ കണ്ടില്ലേ, അവരെ ദ്രോഹം ചെയ്യല്ലേ, ഹിന്ദു മുസൽമാനാരായാലും സ്നേഹം വേണം അറിയില്ലേ, വേണ്ട സഹായം ചെയ്യണം, ചെയ്താൽ ഗുണമാണ് അറിയണം, ഉള്ളവരെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയില്ലേ, എല്ലാം കാണും റബ്ബല്ലേ, നമുക്ക് വേണ്ടത് തന്നില്ലേ, അവനുടെ മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ. അടുത്തൊരു പാട്ടെന്താണ്? വിയർപ്പ് വറ്റും മുമ്പേ വേലക്കാരന് കൂലി കൊടുക്കണം എന്നല്ലോ തിരുനബി വചനം, ആദരണീയം ആ വചനം. ഒരു ചെറിയ പാട്ടിലൂടെ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ ആ കുട്ടിയുടെ മനസ്സിലെത്തിച്ച്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ പെടുന്നതല്ലേ പ്രവാചകന്മാരിൽ വിശ്വസിക്കല്. ഇതൊക്കെ നമ്മുടെ മദ്രസകളിൽ ഇങ്ങനെ ചാർട്ടായിട്ട് ഉപയോഗിച്ചാൽ, അതായത് ഇങ്ങനെ ഉപയോഗിച്ചാൽ ആ കുട്ടികൾ എന്താവും? ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി. ഇന്നത്തെ കുട്ടികൾ നല്ല കുട്ടികളാണ്, അവർക്ക് പെട്ടെന്ന് ഇതെന്താവും? മനസ്സിലാകുകയും ചെയ്യും, അവർ പാടുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും, അവരുടെ ജീവിതത്തിൽ മറക്കത്തുമില്ല. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.